കഴിഞ്ഞ ക്ലാസിന്റെ തുടർച്ചയാണ് ഈ ക്ലാസ്. കഴിഞ്ഞ ക്ലാസ് നന്നായി പ്രാക്ടീസ് ചെയ്ത ശേഷം മാത്രം തുടർന്ന് ഈ ക്ലാസ് കേൾക്കുക. അതെ, നമുക്കിനി മൂന്നാം ഭാഗത്തിലേക്ക് കടക്കാം. ഇനി കസ്റ്റമർ വെണ്ടയ്ക്ക നോക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഈ വെണ്ടയ്ക്കൊക്കെ നല്ല മൂപ്പുണ്ട്. ആ, വെണ്ടയ്ക്ക മൂത്താൽ കറിക്ക് കൊള്ളില്ല. അതെ, ഇത് ഇംഗ്ലീഷിൽ ദിസ് ഓക്ര ഇസ് ടു ടഫ്. ദിസ് ഓക്ര ഇസ് ടു ടഫ്. ദിസ് ഇസ് നമ്മൾ പഠിച്ചതാണ്. ഉം, ഓക്ര വെണ്ടയ്ക്ക. ഓഗ്ര, ഓക്കെ. ടു ഈ വാക്കിന് അധികമായ, വളരെ, ആവശ്യത്തിൽ കൂടുതൽ എന്നൊക്കെ അർത്ഥം വരാം. ഇവിടെ ആവശ്യത്തിൽ കൂടുതൽ മൂത്തതാണ് എന്നർത്ഥം. ആ, ഓക്കെ. ടഫ് ഇതിന് കട്ടിയുള്ള, മൂത്ത, പ്രയാസമുള്ള എന്നൊക്കെ അർത്ഥമുണ്ട്. ഇവിടെ വെണ്ടയ്ക്കയുടെ കാര്യത്തിൽ മൂത്ത എന്നർത്ഥമാണ് കൂടുതൽ ചേരുന്നത്. ടഫ്, ശരി. അപ്പോൾ ദിസ് ഓക്ര ഇസ് ടു ടഫ്. ഈ വെണ്ടയ്ക്ക വല്ലാതെ മൂത്തുപോയി. സോ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഈ വെണ്ടയ്ക്കൊക്കെ നല്ല മൂപ്പുണ്ട്. ദിസ് ഓക്ര ഈസ് ടു ടഫ്. ദിസ് ഓക്ര ഈസ് ടു ടഫ്. നമുക്ക് ലേഡീസ് ഫിംഗർ എന്നുള്ള പല രീതിയിലുള്ള പേരുകൾ ഉപയോഗിക്കാമെങ്കിലും ഇവിടെ ഏറ്റവും നല്ലത് കറക്റ്റായിട്ടുള്ള നെയിം ഓക്രയാണ്. അപ്പോൾ ഒന്ന് പറഞ്ഞു നോക്കുക. ദിസ് ഓക്ര ഈസ് ടു ടഫ്. ഒരുമിച്ച് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞു നോക്കിയേ. ദിസ് ഓക്ര ഈസ് ടു ടഫ്. റിപ്പീറ്റ് വൺസ് അഗെയിൻ. ദിസ് ഓക്ര ഈസ് ടു ടഫ്. കടക്കാരൻ സമ്മതിക്കുന്നില്ല. പറയുന്നു, അല്ല സാർ, ഒരെണ്ണം ഒടിച്ചു നോക്കൂ. ആ, വെണ്ടയ്ക്ക മൂത്തതാണോ എന്നറിയാൻ ഒടിച്ചു നോക്കാറുണ്ടല്ലോ. അതെ, അത് ഇംഗ്ലീഷിൽ നോ സർ, ട്രൈ സ്നാപ്പിംഗ് വൺ. നോ സർ, ട്രൈ സ്നാപ്പിംഗ് വൺ. നോ സർ നമ്മൾ പഠിച്ചു. ട്രൈ ശ്രമിക്കുക, അല്ലെങ്കിൽ ഒന്ന് ചെയ്തു നോക്കൂ. ഓക്കെ. സ്നാപ്പിംഗ്. സ്നാപ്പിംഗ്. സ്നാപ്പ് എന്ന് പറഞ്ഞാൽ ഒടിക്കുക, പൊട്ടിക്കുക. പെട്ടെന്ന് ഒടിക്കുന്നതിനാണ് സ്നാപ്പ് എന്ന് പറയുക. ആ, സ്നാപ്പ്. ശരി. വൺ, വൺ, ഒരെണ്ണം. ഇതും നമ്മൾ കണ്ടതാണ്. അതെ. അപ്പോൾ നോ സർ, ട്രൈ സ്നാപ്പിംഗ് വൺ. അല്ല സർ, ഒരെണ്ണം ഒടിച്ചു നോക്കൂ. ഓക്കെ, ലെറ്റ്സ് പ്രാക്ടീസ്. അല്ല സാർ, ഒരെണ്ണം ഒടിച്ചു നോക്കൂ. നോ സർ, ട്രൈ സ്നാപ്പിംഗ് വൺ. ട്രൈ സ്നാപ്പിംഗ് വൺ. നോ സർ, ട്രൈ സ്നാപ്പിംഗ് വൺ. പറഞ്ഞു നോക്കൂ. നോ സർ, ട്രൈ സ്നാപ്പിംഗ് വൺ. ട്രൈ സ്നാപ്പിംഗ് വൺ. ഒരുമിച്ച് പറയുമ്പോൾ ട്രൈ സ്നാപ്പിംഗ് വൺ. റിപ്പീറ്റ് ചെയ്യുക. നോ സർ, ട്രൈ സ്നാപ്പിംഗ് വൺ. Once again repeat. No sir, try snapping one. കസ്റ്റമർ ഒടിച്ചു നോക്കി. അപ്പൊ കുഴപ്പമില്ല. അയാൾ പറയുന്നു, ശരി, ഇത് കുഴപ്പമില്ല. ആ, ഭാഗ്യം. അത് ഇംഗ്ലീഷിൽ ഓക്കെ, ദിസ് വൺ ഇസ് ഫൈൻ. ഓക്കെ, ദിസ് വൺ ഇസ് ഫൈൻ. ഓക്കെ, ശരി. ദിസ് വൺ ഇത് അല്ലെങ്കിൽ ഈ ഒരെണ്ണം നമ്മൾ നേരത്തെ കണ്ടതാണ്. അതെ. ഇസ് ഫൈൻ കുഴപ്പമില്ല, അല്ലെങ്കിൽ നല്ലതാണ്. ഫൈൻ. ഓക്കെ. അപ്പോൾ ഓക്കെ, ദിസ് വൺ ഇസ് ഫൈൻ. So let's practice. ശരി, ഇത് കുഴപ്പമില്ല. ഓക്കെ, this one is fine. This one is fine. Repeat after me. This one is fine. Once again. This one is fine. അപ്പോ കടക്കാരൻ ഒരു പൊതുതത്വം പോലെ പറയുകയാണ്, മൂത്ത വെണ്ടയ്ക്ക് നല്ലതല്ല. ഒരു ഉപദേശം കൂടി. അത് ഇംഗ്ലീഷിൽ ടഫ് ഓക്ര ഇസ് നോട്ട് ഗുഡ്. ടഫ് ഓക്ര ഇസ് നോട്ട് ഗുഡ്. ടഫ് ഓക്ര, മൂത്ത വെണ്ടയ്ക്ക. ഈ വാക്കുകൾ നമ്മളിപ്പോ കണ്ടതേയുള്ളൂ. ഇസ് നോട്ട് അല്ലെങ്കിൽ നല്ലതല്ല. ഇസിന്റെ കൂടെ നോട്ട് ചേരുമ്പോൾ വിപരീതാർത്ഥം വരും. ശരി. ഗുഡ് നല്ലത്. ഗുഡ്. ഓക്കെ. അപ്പോൾ ടഫ് ഓക്ര ഇസ് നോട്ട് ഗുഡ്. ഓക്കെ, ലെറ്റ്സ് പ്രാക്ടീസ്. മൂത്ത വെണ്ടയ്ക്ക് നല്ലതല്ല. ടഫ് ഓക്ര ഈസ് നോട്ട് ഗുഡ്. ഒന്ന് പറഞ്ഞു നോക്കുക. ടഫ് ഓക്ര ഈസ് നോട്ട് ഗുഡ്. ഒരുമിച്ചൊന്ന് പറഞ്ഞു നോക്കാം. ടഫ് ഓക്ര ഈസ് നോട്ട് ഗുഡ്. റിപ്പീറ്റ് വൺസ് അഗെയിൻ. ടഫ് ഓക്ര ഈസ് നോട്ട് ഗുഡ്. വെണ്ടയ്ക്ക നല്ലതാണെന്ന് കണ്ടപ്പോൾ കസ്റ്റമർ വാങ്ങാൻ തീരുമാനിച്ചു. 1/2 കിലോ എടുത്തോളൂ. ഓക്കെ, അതിന് ഇംഗ്ലീഷിൽ ടേക്ക് ഹാഫ് എ കിലോ.
ടേക്ക് ഹാഫ് എ കിലോ. ടേക്ക് നമ്മൾ പഠിച്ചു. എടുക്കുക. ഹാഫ് പകുതി അല്ലെങ്കിൽ അര. ഹാഫ് ശരി. എ കിലോ ഒരു കിലോ. ഓക്കെ. അപ്പോ ടേക്ക് ഹാഫ് എ കിലോ. ഓക്കെ, നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. 1/2 കിലോ എടുത്തോളൂ. ടേക്ക് ഹാഫ് എ കിലോ. പറഞ്ഞു നോക്കുക. ടേക്ക് ഹാഫ് എ കിലോ. റിപ്പീറ്റ് ചെയ്യുക. ടേക്ക് ഹാഫ് എ കിലോ. വൺസ് അഗെയിൻ. ടേക്ക് ഹാഫ് എ കിലോ. കടക്കാരൻ അതെടുക്കാൻ തയ്യാറായി. ഓക്കെ, ഞാൻ ഇപ്പോൾ എടുക്കാം. ശരി, അത് ഇംഗ്ലീഷിൽ ഓക്കെ I'll take it now. ഓക്കെ, I'll take it now. ഓക്കെ, നമ്മൾ പഠിച്ചു. I'll ഇത് I will എന്നതിന്റെ ചുരുക്കെഴുത്താണ്. ഞാൻ ചെയ്യാം, ഞാൻ എടുക്കാം എന്നൊക്കെ ഭാവിയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. I will എന്നതിന്റെ ഷോർട്ട് ഫോം. അതെ, ടേക്ക് ഇറ്റ് അതെടുക്കാം. ടേക്ക് ഇറ്റ് ഒക്കെ നമ്മൾ കണ്ടതാണ്. ശരി. നൗ ഇപ്പോൾ. Now. ഓക്കെ. അപ്പോൾ ഓക്കെ I'll take it now. ഓക്കെ, നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇപ്പോൾ എടുക്കാം. ഓക്കെ, I'll take it now. I will എന്നുള്ളതാണ്. I'll take it now. പറഞ്ഞു നോക്കാം. ഒരുമിച്ച് പറയുമ്പോൾ ഓക്കെ, I'll take it now. റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, I'll take it now. Once again. Okay, I'll take it now. അപ്പോൾ ഈ ഭാഗങ്ങൾ വീണ്ടും നിങ്ങൾ പറഞ്ഞു നോക്കുക. പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഫ്ലോ കൂടുന്നത്. അടിപൊളിയായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. മീറ്റ് അഗെയിൻ. ബൈ ഫോർ നൗ.